ആയിട്ടുള്ള 2 പേരാണ്, ഒന്ന് എൻ്റെ ഉമ്മയും ഒന്ന് എൻ്റെ വാപ്പയും. കാരണം ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒരു 3 months കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലും നമ്മളൊരു ഡ്രീമിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ ഇനി എബൌട്ട് ഉസ്ബെക്കിസ്ഥാൻ. സോ ഉസ്ബെക്കിസ്ഥാനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്, ഭയങ്കര ക്ലീൻ സ്ഥലമാണ്, നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല. ഭയങ്കര ക്ലീൻ വെച്ചാൽ ഭയങ്കര ക്ലീൻ പ്ലേസ് ആണ്. ആൾക്കാർക്കൊക്കെ കുറേ പേർക്കൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എങ്കിൽ കുറച്ച് പേർക്കൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് സെറ്റ് ആവത്തതും ഇല്ല. നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മളോട് ചോദിക്കും പാകിസ്ഥാനി ഓർ ഹിന്ദുസ്ഥാനി, ഇങ്ങനെയാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ആൾക്കാരുടെ ഒക്കെ നമ്മൾ ഇന്ത്യൻസിനോടുള്ള ഒരു അപ്രോച്ചൊക്കെ. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ കുറേ സ്റ്റാഫുകളുണ്ട്, അവരൊക്കെ ഭയങ്കര സ്നേഹമാണ്, പാവമാണ്. പിന്നെ ഫുഡ്, ഉസ്ബെക്കിസ്ഥാനിലെ ഫുഡ് എന്ന് വെച്ചാൽ പൊതുവേ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കരമായിട്ട് സ്പൈസി ഫുഡൊന്നും അങ്ങനെ കഴിക്കൂല, മനസ്സിലായോ? അങ്ങനെ ഭയങ്കരമായിട്ട് എരിവുള്ളൊന്നും യൂസ് ആക്കൂല. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ മസാലയൊക്കെ ഭയങ്കര കുറവാണ്. ജസ്റ്റ് ഇങ്ങനെ ബട്ടറിനകത്തോ അല്ലെങ്കിൽ എന്തിനേലും പൊരിച്ച് തരുന്നു, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അപ്പം ചില ഫുഡൊന്നും നമുക്ക് അങ്ങനെ പിടിക്കൂല, ചിലതൊക്കെ ഓക്കെയാണ്. ഇങ്ങനെ പോവാം, ഓക്കെ ആയിട്ട് പോവാം, അത്ര. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ടേക്ക് നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ളവരടുത്തൊക്കെയാണ്. സോ ഇവിടെ വന്ന് നമ്മൾ MBBS ആണ്, നല്ല ടഫാണ്, നല്ല വാസ്റ്റ് സിലബസ് ഉള്ളൊരു സാധനമാണ് ഈ MBBS, നല്ല ടഫാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിക്ക് പഠിച്ച് ആദ്യം തന്നെ നല്ലോണം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, പറ്റും, നിങ്ങളെക്കൊണ്ട് പഠിച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് സ്ട്രെസ്സ് കൂടുതലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പഠിച്ചെടുത്ത് ചിലപ്പോൾ മറന്നു പോകും. ഇപ്പോൾ അനാട്ടമിയൊക്കെ തന്നെ ആണെങ്കിലും മറന്നു പോകാനൊക്കെ അത്യാവശ്യം, അനാട്ടമി അല്ല കുറേ സബ്ജക്ട്സ് മറന്നൊക്കെ പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. റിവിഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതിപ്പോൾ MBBS ആണെങ്കിലും നീറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ റിവൈസ് ചെയ്യണം. അല്ലേ, ഇതിപ്പോൾ എവിടെ ആണെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാതെ ഒരു കാര്യവും നടക്കത്തില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവരൊക്കെ, എനിക്ക് Instagram ID ഉണ്ട്, ഹന്ന ഇമാം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മെസ്സേജ് അയയ്ക്കുക. കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ താഴെ കമൻറ്റ് സെഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചോദിക്കുക. എനിക്കറിയാം സൗണ്ട് ഉണ്ടെന്നറിയാം, ബിക്കോസ് ഞാൻ മെസ്സിലാണുള്ളത്. കാരണം ഇവിടെ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒപ്പന്മാരും ഒക്കെ ഉണ്ട്, അക്കമാരും. ഇവിടെ ഒപ്പ അക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ, എനിക്കിപ്പോഴും ഒപ്പ അക്ക തിരിഞ്ഞു പോകും. ഒപ്പ എന്ന് എനിക്ക് തോന്നുന്നു മെയിലിലാണോ ഫീമെയിലാണോ വിളിക്കുന്നത്, എനിക്കത് തിരിഞ്ഞു പോകും ഗൈസ്, എനിക്കത് കൺഫ്യൂഷനാണ്. ഞാൻ ചിലപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ മുമ്പ് ചേച്ചിന്ന് തന്നെയൊക്കെയാണ് വിളിക്കുന്നത്, പക്ഷേ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് ഒന്ന് പഠിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ എടുക്കണം എന്നുണ്ട്, പക്ഷേ ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ കുറേയൊക്കെ മറന്നു പോകും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ നമ്മുടെ കമൻറ്റ് സെഷനിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ Instagram ID ഹന്ന ഇമാം എന്നാണ്, അതിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. പിന്നെ നീറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. നല്ല രീതിക്ക് പഠിക്കണം, നല്ല രീതിക്ക് ഇനിയിപ്പോൾ 2 months ഉള്ളൂ, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിച്ചു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഓരോ വർഷം കൂടുന്നോറും നീറ്റ് ഭയങ്കര ടഫായിട്ട് വരിക. 2025 നീറ്റൊക്കെ അറിയാമല്ലോ, അത്രയ്ക്ക് ടഫായിരുന്നു. കാരണം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോളജിയൊക്കെ 45 minutesനുള്ളിൽ കംപ്ലീറ്റ് ആക്കുന്ന ഞാൻ മെയിൻ നീറ്റ് വന്നപ്പോഴത്തേനും 1.5 hour ആയി. അപ്പോഴത്തേനും എനിക്ക് ഫുള്ള് ടെൻഷനായി, മൊത്തം കുളമായിപ്പോയി. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും പഠിക്കുക നീറ്റ് എക്സാമിന്. ഓക്കെ, ബാക്കിയൊക്കെ പഠിച്ചോണ്ട് വിട്ടുകൊടുക്കുക. അല്ലാണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്, സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്ക് മനസ്സിലാവും, ബിക്കോസ് ഐ ആം ഓൾസോ റിപ്പീറ്ററിനാ. സോ കൂടുതൽ ടെൻഷനൊന്നും അടിക്കാണ്ട് മാക്സിമം പറ്റുന്ന രീതിക്ക് പഠിക്കുക. ഓക്കെ, നീറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനിയിപ്പം മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ബ്രില്യനിലൊക്കെ നടന്നിട്ടുണ്ട്. എനിക്ക് ബ്രില്യനിലുള്ള കുറച്ച് സ്റ്റുഡൻസൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെ ഫോക്കസ് ചെയ്യുക. ഇനി നിങ്ങൾ ഫുൾ ചാപ്റ്റർ കേൾക്കാനൊന്നും ഇരിക്കരുത്, വെറുതെ ടൈം വേസ്റ്റ് ആണ്. 1 ഷോട്ടോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ തന്നെ ബ്രില്യനിലാണെങ്കിൽ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു, നീറ്റ് അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ. സോ ആ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് അത് തറോ ആകുന്നിടം വരെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാവർക്കും നീറ്റ് എക്സാമിനുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ MBBS വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നാട്ടിൽ തന്നെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അത് കിട്ടിയില്ല എന്നാൽ എനിക്ക് MBBS തന്നെ വേണം, എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയുള്ളൊരു. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനൊരു ലോണൊക്കെ എടുത്ത് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാനിവിടെ. കാരണം എനിക്ക് അത്രയ്ക്ക് പാഷനായിരുന്നു, അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു, എനിക്ക് MBBS തന്നെ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു.
എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 2 പേരാണ്, ഒന്ന് എൻ്റെ ഉമ്മയും ഒന്ന് എൻ്റെ വാപ്പയും. കാരണം അവർ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. സോ അതിനൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനത്തെ ഒരു പേരൻസിനൊക്കെ കിട്ടിയതിന് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 3 മന്ത്സ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അവരെ മിസ് ചെയ്യുന്നുണ്ട്. വീട് മിസ് ചെയ്യുന്നുണ്ട്, നാട് മിസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യമാണ് അല്ലേ, നമ്മളൊരു ഡ്രീമിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ അതൊക്കെ നമ്മൾ ചെയ്യണം, എന്നാലേ നമ്മളുടെ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഒരു ടൈമിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നാളെ നമ്മളുടെ ലൈഫിൽ ഒരു സ്ഥാനത്ത് എത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാക്രിഫൈസ് ഒക്കെ നമുക്ക് വെർത്തായിട്ട് തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടാലും നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്ക് നമ്മളെ വീട്ടുകാരെ നോക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളിപ്പം കുറേയൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാം, അറിയൂല, ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണെന്ന് എനിക്കറിയൂല. സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ആൻഡ് എബ്രോഡ് MBBS ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ പിന്നെ ഏജൻസീസിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാവട്ടെ, എല്ലാവരുടെയും MBBS എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അത്രയ്ക്ക് നമ്മുടെ ഡ്രീം അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ. കാരണം ഞാൻ നീറ്റ് കിട്ടാതെ പോയ ടൈമിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പോയാലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഇവിടെ എത്തിയില്ലേ, പടച്ചോൻ എന്നെ ഇവിടെ എത്തിച്ചു. പക്ഷെ ഞാൻ ഒരിക്കലും ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്നോ പെയ്യുന്നൊരു സ്ഥലത്തൊക്കെ വന്ന് അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്ത് വന്ന് MBBS പഠിക്കണമെന്നൊന്നും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലേ ഇല്ലാത്ത കാര്യമാണ്, എൻ്റെ മൈൻഡിലേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നു, ഇപ്പോൾ പഠിക്കുന്നു. ഇപ്പോൾ അടുത്ത സെമിസ്റ്റർ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് സെം കഴിഞ്ഞു, 12th സെമ്മിൽ ഫസ്റ്റ് സെം കഴിഞ്ഞു, സെക്കൻഡ് സെമിസ്റ്ററിലോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഹൈറാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക, നീറ്റ് എക്സാമൊക്കെ നല്ല രീതിക്ക് പഠിക്കുക. MBBSലുള്ള എൻ്റെ ഫ്രണ്ട്സ്, നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, MBBS പഠിക്കുന്നവരുണ്ട്, അവർക്കൊക്കെയും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുകയാണ്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്. സോ ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ കമൻറ്റ് സെക്ഷനിലോ ഒക്കെ ഇടുക. സോ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കാം, മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. സോ ഓക്കെ, ബൈ ഗൈസ്.